SIRുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കേരളം കാത്തിരുന്നത്. പക്ഷേ ഫലം നിരാശയാണ്. SIRന് സ്റ്റേ ഇല്ല എന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് വിധി പ്രസ്താവനകളെല്ലാം. 26-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കും എന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന വക്കീലായിട്ട് കോടതിയെ സമീപിച്ച ഹാരിസ് ബീരാൻ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. ഏതെല്ലാം മേഖല സ്പർശിച്ചു കൊണ്ടാണ് സുപ്രീം കോടതി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് എന്ന് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല, കേരള കേസുകൾ മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകളൊന്നും പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. കോടതിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഹാരിസ് ബീരാൻ നടത്തുന്നുണ്ട്. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടതാണ്, നമുക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നടന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആർക്കെതിരെയാണ് ഈ പരാതി നൽകിയത്? ഇലക്ഷൻ കമ്മീഷനെതിരെയാണ്. ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഹാജരാവാത്തത് എന്തുകൊണ്ടാണ്? ഇടക്കാല ഉത്തരവ് പേടിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ ഹാജരാവാതിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. കമ്മീഷൻ ഹാജരായി കഴിഞ്ഞാൽ ഒരു വിധി പ്രസ്താവ്യം എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരും, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഉണ്ടാവും, അല്ലെങ്കിൽ ചില നിലപാടുകൾ പറയും. അപ്പോൾ പരാതിക്കാരെത്തി പ്രതിസ്ഥാനത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ വരാതിരിക്കുന്ന സമയത്ത് അവരെ കൂടി കേൾക്കാതെ ഒരു വിധി പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കോടതി തീരുമാനിക്കുകയില്ല. അതാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എതിർ കക്ഷിയുടെ വാദം കേൾക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം, അത് കേട്ടതിന് ശേഷം വിധി പറയും എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. അത് 26-ാം തീയതിയാണ് അതിൻ്റെ സമയപരിധി നിശ്ചയിച്ചത്. അപ്പോൾ എന്യൂമറേഷൻ ഫോം കിട്ടിയവർ അതങ്ങനെ തന്നെ പൂരിപ്പിക്കണം, അങ്ങനെ തന്നെ നൽകണം. തീവ്ര വോട്ടെടുപ്പ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ നയങ്ങളും നിലപാടുകളും എന്തൊക്കെയാണോ അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരു വലിയ ആശ്വാസമൊന്നും കിട്ടിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേ ഉത്തരവില്ലാത്തത് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് നിയമമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. ഇതിൽ മുസ്ലിം ലീഗ്, കോൺഗ്രസ് പാർട്ടി, CPI, CPM, പിന്നീട് കേരള സർക്കാർ, ഇങ്ങനെ 3, 4, 5ഓളം പരാതികളാണ് അല്ലെങ്കിൽ അപേക്ഷകളാണ് കോടതിയുടെ മുൻപാകെ എത്തിയത്. വളരെ പ്രധാനികളായിരിക്കുന്ന വക്കീലന്മാരാണ് അതിന് ഏർപ്പാടാക്കുകയും ചെയ്തത്. കപിൽ സിബൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കക്ഷിയുടെ വക്കീലായിട്ട് വന്നിരിക്കുന്ന ആളാണ്. അതിൽ പോലെ ഹാരിസ് ബീരാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ പ്രമുഖരായിരിക്കുന്ന വക്കീലന്മാർ തന്നെയാണ് ഈ കേസും ഈ പരാതിയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിലുള്ള ഹർജികൾ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കുകയും കേൾക്കുകയും ചെയ്യാം എന്ന് സുപ്രീം കോടതി വാക്കാലെ പറഞ്ഞിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശും പുതുച്ചേരിയും സമാനമായ രീതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ വിഷയം അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് അടിയന്തരമായ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ള SIRൻ്റെ ആ കർക്കശമായിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടൊക്കം പോകണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ 2-ാം ഘട്ടത്തിലാണ് പരിഗണിക്കുക. കേരളത്തെ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കും. കാരണം കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് വളരെ സജീവമായിട്ട് നിൽക്കേണ്ടതുണ്ട്. കാരണം പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് വരുന്നത്, അതിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കും വലിയ രീതിയിൽ പ്രയാസവും വലിയ രീതിയിലുള്ള വെപ്രാളവുമാണ്. അതിനിടയിലൂടെ ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്, നടത്താതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് കേരളം അഭിമുഖീകരിക്കുന്നത് എന്നതിനാൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയോ ഈ എന്യൂമറേഷൻ ഫോമിൻ്റെ ഫില്ല് ചെയ്യുന്ന സമയം മാറ്റിവെക്കുകയോ അതല്ലെങ്കിൽ ആ പരിപാടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് കേരള സർക്കാരും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അടിയന്തര ഇടപെടൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ആ കേസ് മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയകളൊക്കെ വളരെ പ്രാധാന്യത്തോടൊരു ചർച്ച ചെയ്യുന്നു. ഏറെക്കുറെ കേരളത്തിന് അനുകൂലമായിരിക്കും ഒരു നിലപാട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട SIRൻ്റെ നയ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിന് താൽക്കാലികമെങ്കിലും ഒരു സ്റ്റേ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ തിരിച്ചാണ് സംഗതികൾ ഉണ്ടായത്. ഇനി 26-ാം തീയതി എന്ത് ചെയ്യും എന്നുള്ളതാണ്
പ്രാധാന്യമായിട്ട് ഇപ്പോൾ കേരളം നോക്കുന്നത്. അതായത് ഇടക്കാല ഉത്തരവ് പേടിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഹാജരാവാതിരുന്നത് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ 26-ാം തീയതിയും ഇലക്ഷൻ കമ്മീഷൻ ഹാജരായിട്ടില്ലെങ്കിൽ പിന്നീട് സുപ്രീം കോടതി വിഷയസംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പരാതിക്കാർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വിധി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഹാജരായാലോ അവരുടെ ഭാഗം കൂടി കേട്ടുകൊണ്ടും ഇപ്പോഴത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളം അനുഭവിക്കുന്ന പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് താൽക്കാലികമായ രീതിയിൽ ഒരു സ്റ്റേ അനുവദിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് SIR-ുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. 2002 ആദ്യത്തെ ഈ പറയപ്പെട്ട SIR വന്നതിനോടനുബന്ധിച്ച് ഏകദേശം 2 വർഷമെങ്കിലും ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ പൂർണ്ണമാക്കിയിട്ട് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കാൻ. ഇതിപ്പോൾ 1 മാസമാണ് സമയം നൽകിയിരിക്കുന്നത്. ആ 1 മാസത്തിൻ്റെ ഇടയിൽ ഈ കാര്യം എന്ത് ചെയ്യണം? എന്യൂമറേഷൻ ഫോം വിതരണം നൽകണം, അവരുടെ സംശയങ്ങൾ തീർക്കണം, അത് പൂരിപ്പിച്ചിട്ട് തിരിച്ച് ഈ BLOനെ ഏൽപ്പിക്കണം, BLO അത് ഇലക്ഷൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ സങ്കീർണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ 2025 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ, എന്യൂമറേഷൻ ഫോം കിട്ടിയവർക്ക് 2002 ഇല്ലാത്തവർ, 2002 ഉള്ളവർ മരണപ്പെട്ടു പോയവർ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയങ്ങളാണ്. ചിലപ്പോൾ എന്യൂമറേഷൻ ഫോം കിട്ടിയ സ്ഥലത്തായിരിക്കില്ല ഇപ്പോൾ താമസക്കാരുണ്ടാവുക. താമസക്കാരുള്ള സ്ഥലത്ത് ഒരുപക്ഷെ എന്യൂമറേഷൻ ഫോം നൽകാൻ വേണ്ടി അവർ സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പ്രവാസികളായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ പ്രവാസികളായതുകൊണ്ട് അവർ ഇവിടെയും അവിടെയും ഇല്ലാത്ത സ്ഥിതിയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു സാവകാശ സമയങ്ങൾ പോലും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വെച്ചുകൊണ്ട്, അതായത് BLO ഇവർ സംയുക്തമായ രീതിയിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ആദ്യം പറയുകയും മനസ്സിലാക്കി കൊടുക്കുകയും അവരോടാണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പറയാറുള്ളത്. ഇപ്പോൾ BLA എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ട് BLOമാർ എന്ന് പറയുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ രീതിയിൽ അത് പൂരിപ്പിച്ച് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടാവില്ല. മാത്രമല്ല 2ാം ഘട്ടത്തിൽ അത് വരാനുള്ള സാധ്യതയും കുറയും. കാരണം ഓൾറെഡി എന്യൂമറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ ഇടം തേടാതിരിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് വീണ്ടും ഒരു എന്യൂമറേഷൻ ഫോം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കിട്ടിയവർ വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് പൂരിപ്പിച്ച് നൽകാനുള്ള നിർബന്ധമാണ്. അതിലെ സംശയ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കൃത്യത ചെയ്യേണ്ടത്. ഇനി കിട്ടാത്തവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പറ്റും. അക്ഷയ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിനെ ആശ്രയിച്ചിട്ട് ഇപ്പോഴും വോട്ട് ചേർക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കരട് വോട്ടർ പട്ടിക ഏകദേശം ഡിസംബർ 8-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പുതിയ വോട്ടർമാരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ BLOമാർക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ ഹിയറിങ്ങിന് വിളിപ്പിക്കും. അപ്പോൾ രേഖകൾ ഹാജരാക്കാൻ വേണ്ടത്. അപ്പോൾ തൊട്ടടുത്ത പ്രാവശ്യം പിന്നീട് എന്തുണ്ടാവും? എന്യൂമറേഷൻ ഫോം ഈ 2ാമത്തെ വിഭാഗത്തിന് നൽകുന്നതാണ്. അപ്പോൾ അതിൽ ഇടം പിടിച്ചു എന്ന് ചുരുക്കം. പ്രവാസികളാണെങ്കിൽ അവർക്ക് 6A ഫോം, നമ്മൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്, 6A ഫോം പൂരിപ്പിച്ചിട്ട് നൽകാവുന്നതാണ്. അത് ഇപ്പോഴും നൽകാം. നല്ലൊരു ശതമാനം പ്രവാസികൾക്ക് വോട്ടില്ല. അവരവിടെയും ഇവിടെയും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ എന്യൂമറേഷൻ ഫോം ഈ 6A ഫോം പൂരിപ്പിച്ചുകൊണ്ട് 6A ഫോം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അല്ലാതെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് പൂരിപ്പിച്ചിട്ട് അയച്ചു കൊടുത്ത് BLOയുടെ കൈവശത്തിൽ കൊടുക്കുന്ന രീതിയല്ല. അത് BLOക്കാർക്ക് സ്വീകരിക്കാൻ അവർക്ക് നിയമപരമായ രീതിയിൽ അവർക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ സ്വീകരിക്കില്ല. പിന്നെ അക്ഷയ മുഖാന്തരം അവർക്ക് അങ്ങനെ നൽകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും ലളിതമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ തന്നെ ഈ പേര് ചേർക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതാണ്. അതിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് സർവീസ് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ സമീപന നിലപാടുകളൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വക്കീലന്മാരുടെ തന്നെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഇത് ലീഗലായിരിക്കുന്ന ഒരു നിയമരീതിയായിട്ട് തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യണം. കിട്ടാത്തവർ അന്വേഷിച്ചുകൊണ്ട് BLA
BLOമാരെ സമീപിക്കണം. നമുക്ക് ലഭിക്കുന്ന ഫോമിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് BLOമാരുടെ നമ്പർ ഉണ്ടാവും. അത് നോക്കിയിട്ട് അവരെ വിളിച്ചാൽ മതി, അത്രയേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. എല്ലാ ഫോമിൻ്റെ അകത്തും BLOമാരുടെ നമ്പർ ഉണ്ടാവും. വിളിച്ച് സംശയം ക്ലിയർ ആക്കിയതിന് ശേഷം അതിൻ്റേതായിരിക്കുന്ന രൂപം ഉണ്ടാക്കൽ നിർബന്ധമാണ്. കാര്യം 26-ാം തീയതി വരുന്ന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ സ്റ്റേ ചെയ്യാൻ സാധ്യതകൾ രാഷ്ട്രീയപരമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവും എന്നതിനാൽ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാൻ സാധ്യതകൾ പറയുന്നു. എന്നാൽ വല്ല കാരണവശാലും സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലോ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾക്ക് ഈ കാര്യത്തിൽ ഇന്നത്തെ ഒരു വിധി എന്ന് പറയുന്നത് നിരാശയുള്ള വിധിയാണ്. കാര്യം ഇന്ന് പ്രതീക്ഷിച്ചതാണ്. പ്രതീക്ഷ രീതിക്കനുസരിച്ച് വിധി പറഞ്ഞിട്ടില്ല എന്നതിനാൽ ഒരു പക്ഷേ 26-ാം തീയതിയത്തെ വിധിയും ഏത് തരത്തിലാകുമെന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്.